നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനം ജനങ്ങളിലും ബി.ജെ.പി. എൻ.ഡി.എ സഖ്യത്തിലും പുതിയൊരു ഉണർവ് സൃഷ്ടിച്ചിരിക്കുകയാണ്. അഖില കേരള ധീവര സഭ സുവർണ ജൂബിലി സമ്മേളനത്തിലും എൻ.ഡി.എയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഔദ്യോഗികമായി തുടക്കം കുറിക്കുന്ന പരിപാടിയിലും ദേശീയപാതയുൾപ്പെടെയുള്ള വിവിധ വികസന പദ്ധതികളുടെ ഉദ്ഘാടന പരിപാടികളിലുമാണ് പ്രധാനമന്ത്രി പങ്കെടുത്തത്. കേരള രാഷ്ട്രീയത്തിൽ ഭരണമാറ്റം അനിവാര്യമാണെന്നും എൻ.ഡി.എക്ക് അവസരം നൽകിയാൽ കേരളത്തിന് വികസനം ഉറപ്പാക്കാമെന്നും ഇത് കേരളത്തിനുള്ള മോദിയുടെ ഗ്യാരണ്ടിയാണെന്നുള്ള പ്രധാനമന്ത്രിയുടെ വാക്കുകൾ ആവേശദായകമായിരുന്നു. എൽ.ഡി.എഫ്, യു.ഡി.എഫ് അവിശുദ്ധ കൂട്ടുകെട്ടിൽ നിന്ന് പുറത്തുകടക്കാൻ കേരളം ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി അഴിമതി മാഫിയയും ചുവപ്പുനട മാഫിയയും ഹർത്താൽ മാഫിയയും എൻ.ഡി.എ അധികാരത്തിലെത്തിയാൽ തുടച്ചു നീക്കുമെന്നും പ്രഖ്യാപിച്ചിരുന്നു. യു.ഡി.എഫും എൽ.ഡി.എഫും രണ്ടല്ല, ഒന്നാണെന്ന് ചൂണ്ടിക്കാട്ടിയ പ്രധാനമന്ത്രി വികസിത കേരളം സൃഷ്ടിക്കാൻ എൻ.ഡി.എക്ക് മാത്രമേ കഴിയുകയുള്ളൂവെന്നും പ്രസ്താവിച്ചു. കേരളത്തിന്റെ സ്വപ്നത്തിലും പാരമ്പര്യത്തിലുമുള്ള അംഗീകാരമാണ് കേരള എന്നതിനു പകരം കേരളം എന്ന പേരിന് അംഗീകാരം നൽകിയത്. തൃശൂരിലെ ജനങ്ങളും തിരുവനന്തപുരത്തെ ജനതയും എൻ.ഡി.എ വിശ്വാസത്തിലെടുത്തു കഴിഞ്ഞു. ഇനി മുഴുവൻ കേരളവും എൻ.ഡി.എ വിശ്വാസത്തിലെടുക്കാൻ പോകുകയാണ്. അനുകൂല ഘടകങ്ങൾ ഉണ്ടായിട്ടും കേരളത്തിൽ ഉണ്ടാകേണ്ട വികസനം ഉണ്ടായിട്ടില്ല. ഇതിന് കാരണം മാറി മാറി ഭരിച്ച എൽ.ഡി.എഫും യു.ഡി.എഫുമാണ്. ഈ മുന്നണികൾ കേരളത്തിലെ യുവാക്കളെ വഞ്ചിച്ചു. കോൺഗ്രസിന്റെയും സി.പി.എമ്മിന്റെയും യുവാക്കൾക്ക് ഡ്രോൺ സാങ്കേതികവിദ്യയിൽ ഭാരതം എവിടെ എത്തിയെന്ന് പോലും അറിയില്ല. കേരളത്തിലെ സ്റ്റാർട്ടപ്പുകളിൽ ഡ്രോൺ സാങ്കേതികവിദ്യ വളരുന്നതിനെക്കുറിച്ചും അവർക്ക് അറിയില്ല. കേരളത്തിൽ നിക്ഷേപങ്ങൾ കൂട്ടും. ഹർത്താൽ മാഫിയയും അഴിമതി മാഫിയയും ബി.ജെ.പി. തുടച്ചു നീക്കും. എ.ഐ സാങ്കേതികവിദ്യയുടെ കേന്ദ്രമായി കേരളത്തെ മാറ്റും. മത്സ്യത്തൊഴിലാളികൾക്കും കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകിയ സർക്കാരാണ് ബി.ജെ.പിയുടെ കേന്ദ്ര സർക്കാർ. മത്സ്യത്തൊഴിലാളികൾക്ക് 5 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ നൽകി. മത്സ്യത്തൊഴിലാളി മേഖല ശക്തിപ്പെടുത്താനുള്ള പരിഗണനയുടെ തെളിവാണ് വിഴിഞ്ഞം തുറമുഖം. എന്നിങ്ങനെ ബി.ജെ.പി. ഭരണത്തിൽ രാജ്യത്തുണ്ടായ വികസനത്തെക്കുറിച്ചും കേരളം കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ചും പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ എൽ.ഡി.എഫും യു.ഡി.എഫും ഒരേപോലെ പങ്കാളികളാണെന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു. യു.ഡി.എഫ് കാലത്ത് സോളാർ അഴിമതിയും എൽ.ഡി.എഫ് ഭരണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മകളും ആരോപണ വിധേയരായ CMRL അഴിമതിയും ചർച്ചയായെന്ന് പറഞ്ഞ് അഴിമതിയുടെ കാര്യത്തിൽ സി.പി.എമ്മും കോൺഗ്രസും ഒരേ നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും ചൂണ്ടിക്കാട്ടാനും മോദി മറന്നിരുന്നില്ല. പശ്ചിമേഷ്യൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിക്കുന്ന കോൺഗ്രസിനെയും വെറുതെ വിട്ടിട്ടില്ല. അധികാരം കിട്ടാൻ ജമാഅത്തെ ഇസ്ലാമിയുമായി വരെ കൂട്ടിച്ചേരുകയാണ് കോൺഗ്രസ് എന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. ലക്ഷക്കണക്കിന് ഭാരതീയർ ഗൾഫിലുണ്ടെന്നും അവരെ സുരക്ഷിതരാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും കേന്ദ്ര സർക്കാർ നടത്തുന്നുണ്ടെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. യുദ്ധസമയത്ത് പോലും കോൺഗ്രസും ഇടതുപക്ഷവും അപവാദ പ്രചരണം നടത്തുകയാണ്. മോദിയെ വിമർശിച്ച് റീലുണ്ടാക്കാനുള്ള വ്യഗ്രതയിലാണ് കോൺഗ്രസ്. രാജ്യത്തെ സ്വയം പര്യാപ്തമാക്കാനുള്ള ശ്രമങ്ങളെ കോൺഗ്രസും സി.പി.എമ്മും തകർക്കാൻ ശ്രമിക്കുകയാണ്. അഴിമതി നടത്തുന്നതിലും വികസനം നടത്തുന്നതിലും വ്യവസായം തകർക്കുന്നതിലും എൽ.ഡി.എഫും യു.ഡി.എഫും പങ്കാളികളാണെന്നും പ്രധാനമന്ത്രി വിമർശിച്ചു. ദേശീയപാതയുടെ ഉദ്ഘാടന പരിപാടിയിൽ നിന്ന് പൊതുമരാമത്ത് മന്ത്രി മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയെന്ന് പറഞ്ഞ് അനാവശ്യ വിവാദം കുത്തിപ്പൊക്കാൻ സംസ്ഥാന സർക്കാരും ചില മാധ്യമങ്ങളും ശ്രമിച്ചു. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ശോഭ കെടുത്താൻ വേണ്ടിയായിരുന്നു ഇത്. പ്രധാനമന്ത്രിയുടെ പരിപാടിയിൽ ആരൊക്കെ ഉൾപ്പെടുത്തണമെന്ന് തീരുമാനിക്കാനുള്ള വിവേചനാധികാരം ബന്ധപ്പെട്ട സംവിധാനത്തിനുണ്ട്. അതിന് പ്രോട്ടോകോളുമുണ്ട്. ഇതുപ്രകാരമാണ് ബി.ജെ.പി. അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനെ ഉൾപ്പെടുത്തിയത്. ദേശീയപാത നിർമ്മാണം പൂർണ്ണമായും കേന്ദ്ര പദ്ധതിയാണ്. മതപരമായ വിഭാഗീയത സൃഷ്ടിച്ച് വോട്ട് നേടാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തുന്നതെന്ന് ജനങ്ങൾ തിരിച്ചറിയും. പ്രധാനമന്ത്രി വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്നാണ് ചില മാധ്യമങ്ങൾ വാതോറതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്ത 10,000 കോടി രൂപയുടെ വികസന പദ്ധതികൾ ജനങ്ങളിൽ നിന്ന് മറച്ചുപിടിക്കാൻ വേണ്ടിയാണിത്. മാത്രമല്ല, ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങ് സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ചത് വികസന വിരോധത്തിന്റെ തെളിവാണ്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.